ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീഫും ചക്കക്കുരുവും കൂടെ വെച്ചിട്ടുള്ള ഒരു ഉലർത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഞാൻ ബീഫിൻ്റെ കുറേയധികം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല റെസിപ്പീസാണ്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ എല്ലാം കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ബീഫ് ചക്കക്കുരു ഉലർത്തുണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാൻ ആവശ്യമായ ബീഫ് മീഡിയം കഷ്ണങ്ങളായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ഞാനിവിടെ എല്ലോടുകൂടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലില്ലാതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 8 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനായിട്ടൊരു മസാലപ്പൊടി ഉണ്ടാക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം, 1 കഷ്ണം പട്ട, 2 ഏലക്ക, 4 ഗ്രാമ്പു. ഈ മസാലകൾ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ മസാല ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാം. ഇനി ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം ഇറച്ചിയിൽ പിടിക്കുന്നവരൊന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 30 മിനിറ്റ് മാറ്റി വെക്കാം. ബീഫ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വേവ് കൂടുതലുള്ള ഇറച്ചിയാണ്. ഇപ്പോൾ വേവ് കുറഞ്ഞ ഇറച്ചിയൊക്കെ ആണെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കർ സ്റ്റവിൽ വെച്ചതിന് ശേഷം ഒരു സ്റ്റീം വരുമ്പോഴത്തേക്കും സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 15 മിനിറ്റും കൂടെ കുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ വേവ് കുറഞ്ഞ ബീഫൊക്കെ ആണെങ്കിൽ 2-3 വിസിൽ കൊണ്ടൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ബീഫിൻ്റെ പാകം നോക്കി വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ബീഫിൽ ചേർക്കാനുള്ള ചക്കക്കുരുവാണിത്. ചക്കക്കുരുവിൻ്റെ പുറത്തെ വെളുത്ത തൊലിയെല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചുവപ്പ് തൊലി കളയണമെന്നില്ല. അപ്പം നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ വേണമെങ്കിൽ കളഞ്ഞെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 20 ചക്കക്കുരുവാണ്. നമ്മൾ കൂടുതൽ ചക്കക്കുരു ഉപയോഗിക്കാത്തതാണ് നല്ലത്. ചക്കക്കുരു കൂടിയിട്ടുണ്ടെങ്കിൽ കറിക്കൊരു മധുരിപ്പുണ്ടാവും. ഇനി ചക്കക്കുരു ഇതുപോലെ നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. തിരി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണ്ട. നമ്മൾ ഇനി പ്രഷർ കുക്കറിലിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്യാനുള്ളതാണ്. ഒരു ചക്കക്കുരു 2-3 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതി. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു കഷ്ണം ഇറച്ചിയെടുത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ബീഫ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ബീഫ് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ബീഫിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു കൂടി ഇട്ട് കൊടുക്കാം. ചക്കക്കുരു ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം തീരെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്കക്കുരും ഇറച്ചിയും കൂടെ വേവിക്കുന്ന സമയത്ത് ചിലപ്പോൾ അടി പിടിക്കും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട. 2 വിസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ചക്കക്കുരു കൂടുതൽ സമയമൊന്നും വെക്കരുത്. കൂടുതൽ സമയമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെന്തുടഞ്ഞു പോകും. വെന്തുടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കാണില്ല. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചക്കക്കുരു എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. മസാലയെല്ലാം ചക്കക്കുരുവിലൊക്കെ പിടിച്ച് ഇറച്ചിയിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചിടാം. കറിയിൽ അതിന് അധികം ഗ്രേവിയൊന്നുമില്ല, നല്ല കുഴഞ്ഞിരിക്കുന്ന പാകത്തിലാണ്. നമ്മൾ ഈ കറി ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പാകത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ കറി താളിക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം.
ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു ചെറിയ സവാള അരിഞ്ഞതും 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഉള്ളിയെല്ലാം ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും ചക്കക്കുരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. കറി കൂടുതൽ ഡ്രൈ ആയി പോകരുത്, ഒരു കുഴഞ്ഞിരിക്കുന്ന പാകത്തിൽ വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ കറിയിൽ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്, കറി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ ബീഫ് ചക്കക്കുരു ഉലർത്തിയത് റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ പൊറോട്ട, പുട്ട് ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്